ത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്വയറ്റ് മൈൻഡ് ആണ്. ശാന്തമായ മനസ്സാണ് നമ്മുടെ ശരീരത്തിനെ സുഖപ്പെടുത്താൻ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ഇന്ന് എന്തെങ്കിലും ഒരു അസുഖം നമുക്ക് ബാധിക്കുന്നുണ്ടെങ്കില്, എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രയാസം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എങ്കില് അതിനുള്ള ഒരു കാര്യം നമ്മുടെ മൈൻഡിന്റെ അസ്വസ്ഥമാകുന്ന മൈൻഡാകാം. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന്റെ അസ്വസ്ഥതയാകാം. അല്ലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് അല്ലെ അസ്വസ്ഥപ്പെട്ട് വ്യാകുലപ്പെട്ട് ആകുലപ്പെട്ട് നടക്കുന്നത് കൊണ്ട് നമ്മുടെ മൈൻഡിൽ നിന്നും അത് ആ ഒരു ചിന്തകൾ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ ബോഡിയിൽ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലെ നമ്മുടെ സയൻസിൽ പറയുന്നുണ്ട്, അലോപ്പതിയിലൊക്കെ പറയുന്നത് എന്താണ്? 90% ഓഫ് അവർ ഡിസീസസ് ആർ ഡ്യൂ ടു അവർ മൈൻഡ് എന്നാണ് പറയുന്നത്. അല്ലെ സൈക്കോളജിക്കൽ റീസൺ കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? അസുഖങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. അല്ലെ എന്നാൽ നമ്മൾ EFT പറയുന്ന എന്താണ്? 100% ഡിസീസും ഉണ്ടാകുന്നത് നമ്മുടെ മൈൻഡ് കൊണ്ടാണെന്ന്. അല്ലെ നമ്മൾ പല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളിലൂടെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന പല വ്യക്തികളുമുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് നമ്മുടെ മൈൻഡിന് ഇങ്ങനെ സ്ട്രെസ് കൊടുത്ത് വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷർ കൊടുക്കുന്നുണ്ട്. അല്ലെ നല്ല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ മൈൻഡിന് ഒരു ടെൻഡൻസി ഉണ്ട് എന്ത്? നെഗറ്റീവിലേക്ക് പോകാൻ. നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കുള്ള ന്യൂനതകൾ എങ്ങനെ എണ്ണി അല്ലെങ്കിൽ എടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് അല്ലെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ മാർക്കർ വെച്ച് അല്ലെ ഫ്ലൂറസെന്റ് ഇത് മാർക്കറൊക്കെ വെച്ചിട്ട് വരയ്ക്കാറുണ്ട്. അതുപോലെ നമ്മുടെ മൈൻഡിന് ഒരു ടെൻഡൻസി ഉണ്ട് എന്ത്? നമ്മള് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എടുത്ത് കാണിക്കും. അതായത് നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും അല്ലെ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും വിഷമിപ്പിച്ചത്, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും പെയിൻ തരുന്ന ചില കാര്യങ്ങൾ അല്ലെ ഒരുപാട് നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളായിരിക്കും രാവിലെ മുതൽ ഇങ്ങനെ നമുക്ക് അല്ലെ ആ ഒരു കുത്ത് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അല്ലെ നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് അല്ലെ. അപ്പൊ ആ ഒരു ഇതിൽ നിന്നൊക്കെ നമുക്ക് ക്യൂർ ആവണമെങ്കിൽ നമ്മുടെ നമ്മുടെ മൈൻഡ് റിലാക്സ് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മെഡിറ്റേഷൻ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ബോഡിക്ക് നമുക്ക് എന്തെങ്കിലും അഫക്ട് ചെയ്യുന്നതിന് അവിടെ ഒരു കണക്ഷൻ വരുന്നത് എന്താണ്? നമ്മുടെ മൈൻഡാണ് അല്ലെ. നമ്മുടെ മൈൻഡ് കൊടുക്കുന്ന ആ ചിന്തകളിൽ നിന്നാണ് ബോഡിക്ക് മിക്കവാറും പല അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അത് എന്ത് കാര്യങ്ങളാട്ടെ, ഇനി ഈവൻ ഇമ്മ്യൂണിറ്റി കുറഞ്ഞത് കൊണ്ടുള്ള പ്രശ്നമാണെങ്കിൽ പോലും നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മൈൻഡ് വീക്ക് ആവുന്നത് കൊണ്ടാണ് അല്ലെ. ആരോഗ്യമുള്ള മനസ്സിനാണ് ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മള് പലതരത്തിലും നമ്മള് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് അല്ലെ. മെഡിറ്റേഷന് ഒരു പൊസിഷൻ ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് മെഡിറ്റേഷന്റെ പൊസിഷൻസ്? നിങ്ങൾ ചെയ്യുന്ന മെഡിറ്റേഷന്റെ പൊസിഷൻ എങ്ങനെയാണ്? ഒന്ന് ടൈപ്പ് ചെയ്തേ. നമ്മൾ സാധാരണയായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന എങ്ങനെയാണ്? എങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇരുന്ന് ചെയ്യാറുണ്ട് അല്ലെ. ശാന്തമായി ഇരുന്ന് കൊണ്ടാണ് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ പറയാറുണ്ട് അല്ലെ പത്മാസന അല്ലെ. പത്മാസന, അർദ്ധ പത്മാസന എന്നൊക്കെ പറയാറുണ്ട്. നമ്മള് എങ്ങനെയാണ് ഇരുന്ന് ഇല്ലെ ക്രോസ് ചെയ്തിട്ട് ഇല്ലെ ചമ്രം പടിയിൽ ഇരുന്ന് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ ഇല്ലേ അല്ലെ. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന കസേരയിൽ ഇരുന്ന് പാദങ്ങൾ നിലത്ത് പതിച്ചുകൊണ്ടിരുന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്യാറുണ്ട്. അല്ലാതെ ചെയ്യുന്ന എന്തെങ്ങനെയാണ്? കിടന്ന് ചെയ്യാൻ പറ്റുമോ? മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ? കിടന്ന് ചെയ്യാമോ? ചെയ്യാം അല്ലെ. കിടന്ന് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? കിടന്നുകൊണ്ട് അതിന് പറയുന്നതാണ് എന്താണ്? ശവാസന എന്ന് പറയാറുണ്ട് അല്ലെ. ശവാസന അല്ലെ ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ നടന്ന് മെഡിറ്റേഷൻ ചെയ്യാമോ? നടന്ന് ചെയ്യാമോ? യെസ് ഓർ നോ വരട്ടെ. യെസ് ഓർ നോ പറയൂ. യെസ് എന്ന് പറയുന്ന യെസ്. നടന്നും ചെയ്യാം. നടന്നും ചെയ്യുന്നവരുണ്ട്. നടന്ന്
മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ അത് നടക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കും, അല്ലെങ്കിൽ ഒരു സർക്കിൾ ആയിട്ട് ഇങ്ങനെ ചുറ്റി നടന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പോ പലതരത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് മെഡിറ്റേഷന് ഈ ഒരു രീതിയിലൊക്കെ പൊസിഷൻസ് ആണ് നമ്മൾ പറയുന്നത്. പോസ്ചർ ആണ്. ഏതൊക്കെ പോസ്ചറിൽ മെഡിറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പിൽ എങ്ങനെയൊക്കെ ചെയ്യാം അല്ലെ? എങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് നമ്മള് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. അതായത് നമ്മളുടെ ചിന്തകളെയും ഫീലിങ്സിനെയും ഒരു പ്രജുഡീസും ഇല്ലാതെ, ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ നമ്മൾ ഇങ്ങനെ ആ നമ്മളിലേക്ക് വരുന്ന ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ ആ ഫീലിങ്സിനെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട്, ഒബ്സർവ് ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. വെറുതെ ചുമ്മാതിരിക്കുക അല്ലെ? എങ്ങനെ ഇരുന്നു കൊണ്ട് വെറുതെ ഇങ്ങനെ നമ്മുടെ ഫീലിങ്സിനെയും തോട്ട്സിനെയും ഒക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, അതൊരു മെഡിറ്റേഷൻ ആണ്. പിന്നെ നമുക്ക് ചെയ്യുന്ന മെഡിറ്റേഷൻ ആണ് മന്ത്ര മെഡിറ്റേഷൻ. ഓക്കെ, നമ്മൾ പറയാറില്ലേ ഓം എന്നൊക്കെ പറഞ്ഞ മെഡിറ്റേഷൻ ചെയ്ത് അല്ലെ? ആ ഓംകാരം, ആ ഒരു സൗണ്ടിൽ അല്ലെ? നമ്മൾ അല്ലാതെ ചെയ്യാറുണ്ട് കേട്ടോ. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ട വ്യക്തികൾ ആ ഒരു രീതിയിൽ ചെയ്യാറുണ്ട്. ഓക്കെ, അല്ലാഹു എന്ന് അങ്ങനെ ആ ഒരു രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പല വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അതിലേക്ക് ദിക്റുകൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഓംകാരങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട്, ഇനി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ലാതെ കോമൺ ആയിട്ട് ചെയ്യുന്നതുണ്ട് കേട്ടോ. ചില പ്രത്യേക സൗണ്ടുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ മന്ത്രാസ് ഉപയോഗിച്ച് ചെയ്യുന്ന മെഡിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ചെയ്യുന്ന മെഡിറ്റേഷൻ ആണ് ബോഡി സ്കാൻ മെഡിറ്റേഷൻ അല്ലെ? നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ? ബോഡി സ്കാൻ ചെയ്ത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ഓരോ ഓർഗൻസിനെയും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് അതിന് റിലാക്സേഷൻ കൊടുത്തുകൊണ്ട് ഓക്കെ, അങ്ങനെ ചെയ്യുന്ന മെഡിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഓരോ ഫിസിക്കൽ ബോഡി അല്ലെ? ഫിസിക്കൽ ബോഡിയുടെ ഓരോ പാർട്ടിലും എങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് റിലാക്സ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ചെയ്യുന്നുണ്ട്? മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മുടെ ബോഡിക്ക് നല്ല റിലാക്സേഷൻ ലഭിക്കും അല്ലെ? നമ്മൾ ഹെൽത്തിന്റെ എസ്പെഷ്യലി മെഡിറ്റേഷൻസ് ഒക്കെ ഓരോ ബോഡി പാർട്ടും സ്കാൻ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ ഉണ്ട്, ഡിഫറെന്റ് വേസ് ഉണ്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് ഇനി എങ്ങനെയാണ് നമുക്ക് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പോയിന്റ് അല്ലെ? എന്തൊക്കെയാണ് അതിന്റെ മെഡിറ്റേഷന്റെ ഗുണങ്ങൾ എന്നാണ് നമ്മൾ ഇത് പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ ആ മെഡിറ്റേഷൻ എന്താന്ന് ചോദിച്ചപ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് പേര് അതിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് ടൈപ്പ് ചെയ്തത് അല്ലെ? മെഡിറ്റേഷന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ടാപ്പ് ചെയ്യുന്നതല്ല മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടാപ്പിങ്ങും മെഡിറ്റേഷനും രണ്ടും രണ്ടാണ്. ഓക്കെ, ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ EFTയിലെ ഒരു ടൂളാണ്. EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിലെ ഒരു ടൂളാണ്. അതാണ് ടാപ്പിംഗ് കേട്ടോ. മെഡിറ്റേഷൻ സെപ്പറേറ്റ് ആണ്. നമ്മൾ മോർണിംഗിൽ നിങ്ങൾ മെഡിറ്റേഷനിൽ അറ്റൻഡ് ചെയ്യാറില്ലേ? നമ്മൾ സ്റ്റിൽ ഇരുന്നു കൊണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് മെഡിറ്റേഷന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, സാധാരണയായിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തിനാണ് സാധാരണയായിട്ട് മെഡിറ്റേഷൻ ചെയ്യാറുള്ളത്? നമുക്കൊക്കെ മൈൻഡ് റിലാക്സ് ആവാൻ. യെസ്, വെരി ഗുഡ്. മൈൻഡ് റിലാക്സ് ആവാനാണ്. നമുക്കൊക്കെ ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ട് അല്ലെ? നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരുപാട് സ്ട്രെസ്സുകളിലൂടെ, പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അതിൽ നിന്നും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മെഡിറ്റേഷൻ ചെയ്യും അല്ലെ? അപ്പൊ എന്താണ് എങ്ങനെയാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നത്? നമ്മുടെ ബോഡിയിൽ അല്ലെ, നമ്മുടെ ബ്രെയിനിൽ ഒരു ഓർഗൻ ഉണ്ട്, അമിഗ്ദല എന്ന് പറയും അല്ലെ? നമ്മുടെ ഇതില്ലേ, ആൽമണ്ട്, ബദാമിന്റെ ഷേപ്പിൽ ഒരു ഓർഗൻ ഉണ്ട് നമ്മുടെ തലയിൽ. ഓക്കെ, അവിടെ ആ ഒരു ഭാഗം ട്രിഗർ ചെയ്യും. അവിടെ നമുക്ക് സ്ട്രെസ്സിന്റെ റെസ്പോൺസ്, അതേപോലെ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ് ഒക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ്. അപ്പൊ അതിങ്ങനെ ട്രിഗർ ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെഡിറ്റേഷനെ സഹായിക്കും. മെഡിറ്റേഷൻ കാരണമാണ്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ആ ഭാഗത്ത് അവിടെ നമുക്ക് നമ്മുടെ സ്ട്രെസ്സിന് മെയിൻ ആയിട്ട് കാരണമാകുന്ന ഹോർമോൺ ഏതാണ്? നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്. ഏതാണെന്ന് പറഞ്ഞേ? ഏതാണ്? കോർട്ടിസോൾ. ഓക്കെ, കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും ഈ സ്ട്രെസ്സിന്റെ സമയത്ത്.
അഡ്രിനാലിൻ കോർട്ടിസോൾ ഒക്കെ ഉണ്ട് കേട്ടോ, അത് കാരണമാകും. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ മൈൻഡ് കാം ഡൗൺ ചെയ്യുന്ന സമയത്ത് ഈ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കുറയും, അതുപോലെ നമ്മൾ റിലാക്സ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ആൻസൈറ്റി കുറയുന്നുണ്ട്. ഓക്കെ, പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 2014 ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തു. സ്ട്രെസ് ഉള്ള ആൻസൈറ്റി ഉള്ള ആളുകളില് അവർക്ക് കുറച്ച് ദിവസം, അതായത് 1300 ആളുകളില് കുറച്ച് ദിവസത്തേക്ക് മെഡിറ്റേഷൻ കൊടുത്ത സമയത്ത് അവരുടെ ആൻസൈറ്റി കാര്യമായിട്ട് തന്നെ കുറഞ്ഞു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതുപോലെ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ആൻസൈറ്റി ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അല്ലെ, നമ്മളും പല തരത്തിലുള്ള ആൻസൈറ്റി ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് അല്ലെ, ഉത്കണ്ഠ കൊണ്ട് അല്ലെ. നമ്മുടെ ഒരു മെയിൻ കൺസേൺ എന്താണ്? നാളെ എങ്ങനെ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ, ഇന്ന് എങ്ങനെ അല്ലെ. ഒരുപാട് കാര്യങ്ങൾ, എന്റെ ലൈഫ് എങ്ങനെയാണ്, എന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും അല്ലെ, എന്റെ കുട്ടികളുടെ കാര്യം എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഈ ജോലി കൊണ്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, എനിക്ക് എങ്ങനെ നല്ലൊരു ജോലി ഇല്ലാതെ മുന്നോട്ട് പോകും. ചില ആളുകൾക്ക് ജോബ് ഉണ്ടാവില്ല അല്ലെ, ജോബ് ലോസ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചില ആളുകൾക്ക് എന്താണ്, ഫാമിലി ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ വളരെയധികം ആദികളായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മൾ. ആൻസൈറ്റി ആയിട്ട്, ഉത്കണ്ഠയായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഇത്തരം ആളുകൾക്ക് നമ്മൾ ഇതുപോലെയുള്ള ഈ ഉത്കണ്ഠ രോഗമുള്ള ആളുകളൊക്കെ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഈ ആൻസൈറ്റിയിൽ നിന്നും മോചനം ലഭിക്കുന്നുള്ളതാണ്. നമ്മൾ മൈൻഡ് റിലാക്സ് ആകും. ഓക്കെ, അപ്പോ റെഗുലർ ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കാര്യമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫോക്കസ് ആൻഡ് അറ്റൻഷൻ. പലരും പറയുന്ന ഒരു കാര്യമാണ്, ഒരൊറ്റ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാന്, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ നമുക്ക് മെഡിറ്റേഷന് ചെയ്യുന്നതിലൂടെ ഈ ഒരു ഫോക്കസ്, നമ്മുടെ അറ്റൻഷൻ സ്പാൻ വർദ്ധിക്കാന് നമുക്ക് കൂടുതൽ ഇല്ലേ. ചില ആളുകൾക്ക് ഒരു കാര്യത്തിലേക്ക് കൂടുതൽ നേരം ശ്രദ്ധിക്കാൻ പറ്റില്ല. കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ, ഒരേ കാര്യത്തിലേക്ക്. ഇനി ചില ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ അതുപോലും കേട്ടിരിക്കാൻ പറ്റൂല. ഓക്കെ, ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റൂല. അത്തരം ആളുകളൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ അവരെ മെമ്മറി പവർ, അതുപോലെ ഫോക്കസ്, അറ്റൻഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്ന പറയുന്നത്. നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരീരത്തിന്റെ മസിലൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാ ടൈപ്പ് ചെയ്യൂ. ഇവിടെ ഉണ്ടോ നോക്കട്ടെ. എന്ത് ചെയ്യും നമ്മള്? ഷബാബ് സാർ, നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ കുറെ ആളുകളുണ്ട് കേട്ടോ ചെയ്യുന്ന ആളുകളെ. ഷബാബ് സാറിനെ കണ്ടപ്പോ എനിക്ക് തോന്നി, ബോഡി ഒക്കെ ഫിറ്റ് ആയിട്ടിരിക്കുന്ന കണ്ടപ്പോഴേ. ഓക്കെ, കുറെ ആളുകളുണ്ട് കേട്ടോ. ജയശ്രീ മാം ടൈപ്പ് ചെയ്യൂ, എന്താണ് നമ്മൾ ചെയ്യുന്നത്? ബിജു സർ, എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ബോഡി ഫിറ്റ് ആവാൻ നമ്മൾ എന്ത് ചെയ്യും? യെസ്, വെരി ഗുഡ്, എക്സസൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഭയങ്കര കുറെ എക്സസൈസ് ചെയ്യുന്ന ആളുകൾ, ബോഡി ഫിറ്റ്നസിന്റെ കാര്യത്തിൽ കൺസേൺ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അല്ലെ. ജിമ്മിലൊക്കെ പോകുന്ന ആളുകളും, അതേപോലെ നമ്മുടെ ഒരുപാട് ഇല്ലേ, നമ്മുടെ കൂണ് മുളയ്ക്കുന്ന പോലെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഏരിയാസിൽ പോലും ജിം, ബോഡി ബിൽഡിംഗ് സെന്റേഴ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, എക്സസൈസ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ബോഡിക്ക് നമ്മൾ എപ്രകാരമാണോ എക്സസൈസ് കൊടുക്കുന്നത്, അതുപോലെ നമ്മുടെ മൈൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ മൈൻഡിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇതുപോലെ മെഡിറ്റേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആവും അല്ലെ. മൈൻഡ് സ്ട്രോങ് ആകുക എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും, നല്ല ഫോക്കസ് കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ മൈൻഡിന്റെ എക്സസൈസ്. യോഗ എന്ന് പറയുമ്പോൾ ഇതിൽ ബോഡി മൂവ്മെന്റ്സും ഉണ്ട്, ഇത് രണ്ടും കൂടെ ഇതാണ് അല്ലെ. ഓക്കെ ഓക്കെ, എന്തായാലും നമ്മൾ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ശ്രദ്ധ ബോഡിക്കും, മൈൻഡിന് വേണ്ടിയത് മൈൻഡിനും കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്, ഈ ഒരുപാട് ആളുകളിൽ നടത്തിയ സ്റ്റഡി പ്രകാരം അവർക്ക് ഏറ്റവും കൂടുതൽ റെഗുലർ ആയിട്ട് എക്സസൈസ്, മെന്റൽ എക്സസൈസ്, അതായത് മെഡിറ്റേഷൻ ചെയ്ത ആളുകളിലെ അറ്റൻഷൻ സ്പാന്, ശ്രദ്ധിക്കാനുള്ള കഴിവ് കൂടുന്നതായിട്ടും, അതുപോലെ തന്നെ അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്, അവരുടെ ഫോക്കസ് വർദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടത്? ഒരു ദിവസം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ ആ ബ്രീത്തിലേക്ക്, നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ചു നേരം എന്തിലേക്കെങ്കിലും ശ്രദ്ധിക്കുന്നത്,
എന്താണ് അറ്റൻഷൻ, സോറി, മെഡിറ്റേഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, നമ്മുടെ ആ ഒരു ബ്രീത്തിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. നമുക്ക് ആകെ ഉള്ളത് എന്താണ്, നമ്മുടെ ഈ ജീവനെ നിലനിർത്തുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ശ്വാസമാണ് അല്ലെ. ഈ ഒരു ശ്വാസത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അല്ലെ. പലപ്പോഴും നമ്മൾ ബോധയുടെ അല്ല, നമ്മുടെ ഹൃദയം ഇടിക്കുന്നതും നമ്മുടെ ശ്വാസകോശം, അതായത് ലങ്സ് ഇങ്ങനെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഇങ്ങനെ തത്രപ്പാടിൽ ഇങ്ങനെ ഓടി ഓടി നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, മക്കളെ പോറ്റണം, അല്ലെങ്കിൽ നമുക്ക് വീട് വേണം, കാറ് വേണം, അല്ലെങ്കിൽ മറ്റുള്ള സാധന സാമഗ്രികൾ വേണം എന്നുള്ള ആ നെട്ടോട്ടത്തിൽ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ കിടന്ന് വർക്ക് ചെയ്യുന്ന കുറെ ഓർഗൻസ് ഉണ്ട് അല്ലെ. നമ്മുടെ ശ്വാസം പോലെ അല്ലെ, ശ്വാസകോശം പോലെ അല്ലെ, ലങ്സ് പോലെ, നമ്മുടെ കിഡ്നി പോലെ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു ദിവസം എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ബോധേഡ് ആവാറുണ്ടോ? അതിനെ കുറിച്ചൊക്കെ ഒന്ന് നമ്മളിങ്ങനെ നമ്മളെ കുറിച്ച് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ ഇറങ്ങി നോക്കുക. എന്റെ ശരീരത്തില് ഈ തലയോട്ടിക്ക് താഴെ ഒരു ബ്രെയിൻ ഉണ്ട്. ആ ബ്രെയിന് താഴെ സുഷുമ്നാ നാഡിയുണ്ട്. അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആ വെർട്ടിബ്രയിലൂടെ അതിങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് അല്ലെ. ആ വെർട്ടിബ്ര, ഞാൻ ഇരിക്കുന്നത്, എന്നെ താങ്ങി നിർത്തുന്നത് ഈ വെർട്ടിബ്രയാണ്. എന്റെ കയ്യിന് കാലുകളൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ നമ്മളെ കുറിച്ച് വല്ലപ്പോഴും ചിന്തിക്കാറുണ്ടോ? ഉണ്ടോ? റാബി മാം നമ്മുടെ കോഴ്സ് ചെയ്ത ആളുകളാണ്. നമ്മുടെ കോഴ്സ് ചെയ്ത ആളുകൾക്ക് ഡെയിലി നമ്മൾ ലൈവ് മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെ 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 നമ്മളിലേക്ക് ഇങ്ങനെ ഇറങ്ങി 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 ഇങ്ങനെ പോകുമ്പോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുക. ഓക്കെ. ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുക. ഇടയ്ക്കൊന്ന് നമ്മൾ സ്ട്രെസ്സിലാവും അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഇറങ്ങി വെറുതെ ഒന്ന് ഒരു കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മളെ ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയത്തെ ശ്രദ്ധിക്കുക. ആ ഹൃദയത്തിന്റെ ബീറ്റിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അല്ലെ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഒന്ന് കൈവച്ച് നോക്കിക്കേ. ആ ഹൃദയം അവിടെ അല്ലെ, എത്ര നാളുകളായിട്ട് അവിടെ ഇരുന്നിട്ട് പാവം ബീറ്റ് ചെയ്യാൻ തുടങ്ങിയാണ്. നമ്മുടെ സ്വന്തം ഹൃദയം ഒന്ന് കണ്ണടച്ചൊന്ന് ഫീൽ ചെയ്ത് നോക്കിക്കേ അല്ലെ. ടും 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 എന്ന് പറഞ്ഞ മിടിക്കുന്നില്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അതുപോലെ നമ്മുടെ ശ്വാസം, ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ. നമ്മൾ പലപ്പോഴും നമുക്ക് അതിനെ കുറിച്ചൊന്നും നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ശ്രദ്ധിക്കാനുണ്ട് അല്ലെ. നാളത്തേക്ക് അല്ലെ, ഇന്നത്തേക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ഓടുന്ന സമയത്ത് നമ്മൾ ഇതിനൊക്കെ മറക്കും. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതൊരു മെഡിറ്റേഷൻ ആണ് അല്ലെ. അത് നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടും. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ. അതുപോലെ നെക്സ്റ്റ് പറയുന്നത് എൻഹാൻസ് സെൽഫ് അവയർനെസ്. നമ്മളെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കാനായിട്ട്, അവബോധം കൂട്ടാനായിട്ട് നമുക്ക് എന്തുണ്ടാവും, നമുക്ക് ഈ ഒരു മെഡിറ്റേഷനിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. നമുക്ക് മറ്റുള്ളവരെ കുറിച്ചൊക്കെ നമ്മൾ ബോധേഡാണ്, അവരൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മളെ എന്നെ ഞാൻ അറിയുന്നില്ല അല്ലെ, ഞാൻ എന്താണ് അല്ലെ. ഓക്കെ. അത് കൂടുതൽ മുഹമ്മദ് സാർ പറയുന്നു, എനിക്ക് കൈ വെച്ചാല് ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യാറില്ല. അത് കൂടുതൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മതി, കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്യുക. ഓക്കെ. അതേപോലെ നമുക്ക് ഇവിടെ പൾസ് ഉണ്ട് കേട്ടോ. പൾസ് ഇതാ അവിടെ പൾസ് ഉണ്ട്. അതൊക്കെ അങ്ങ് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. ഓക്കെ. അപ്പൊ എന്താണ് പറഞ്ഞത്, അവയർനെസ് കൂട്ടും എന്നുള്ളതല്ലേ. നമ്മളെ കുറിച്ച് നമ്മൾ അറിയാം, ഞാൻ എന്താണ് അല്ലെ. ഹു ആം ഐ എന്നുള്ളത് ആരുടെ ബുക്കാണ്? ഒരു ബുക്ക് ഉണ്ടല്ലോ, ഹു ആം ഐ അല്ലെ. അതൊന്ന് നോക്കും, എനിക്കും ഫീൽ ചെയ്യണം. ഓക്കെ. അത് പറ്റൂട്ടോ, അത് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ. എനിവേ, ഈ ഇങ്ങനെ ഈ ആ ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ, സാധാരണ അത് പ്രാക്ടീസിലൂടെ നമുക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വരെ ആ ഹാർട്ട് ബീറ്റ് അറിയാൻ സാധിക്കുന്നുള്ളതാണ്. അത് നമ്മുടെ ഇത് കൂട്ടുക, നമ്മളിലേക്ക് ഇറങ്ങുന്നതൊക്കെ കൂട്ടിക്കൊണ്ടുവരിക. ഓക്കെ. അപ്പൊ നമ്മുടെ അവയർനെസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ, ഞാൻ എന്താണ്, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ആ ഒരു ബോധം അല്ലെ, അവബോധം, സ്വന്തത്തെ കുറിച്ചുള്ള ബോധം
കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് സഹായിക്കുന്നുണ്ട്? മെഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട്. 2019 നടത്തിയ സ്റ്റഡി പ്രകാരം 153 ആളുകളില് ഒരു സ്റ്റഡി നടത്തി. ഓക്കെ, അവരെ കൊണ്ട് 2 ആഴ്ച ഒരു മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ചെയ്യിച്ചു. ഓക്കെ, അപ്പൊ അവർക്ക് ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാല് അവർക്ക് ഉള്ള ആ ഒരു ലോൺലിനെസ്സും ഡിപ്രഷനും ഒക്കെ അവർക്ക് മാറ്റാൻ ഗണ്യമായിട്ട് ഒരു നല്ല അളവിൽ തന്നെ മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊക്കെ പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അല്ലേ ലോൺലിനെസ്സും ഡിപ്രഷനൊക്കെ. അപ്പൊ ഇതിൽ നിന്നും അല്ലേ നമുക്ക് എന്താണ് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നത് അല്ലെ? നമ്മൾ സോളിറ്റ്യൂഡിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? സോളിറ്റ്യൂഡും ലോൺലിനെസ്സും അത് രണ്ടും രണ്ടാണ്. ലോൺലിനെസ് എന്ന് പറഞ്ഞാല് എനിക്ക് ആരുമില്ല, ഞാൻ തനിച്ചാണ് എന്നുള്ള ഒരു തോന്നലാണ്. എന്നാൽ സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ മീ സ്പേസ് ആണ് അല്ലെ? എനിക്ക് വേണ്ടിയിട്ട് എന്റേതായിട്ടുള്ള കുറച്ച് സമയം. അപ്പൊ നമ്മൾ ഈ ഒറ്റയ്ക്കാവുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ വാല്യൂ കൊടുക്കുക, അത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മീ സ്പേസ്, ആ ഒരു സോളിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ചില സമയങ്ങൾ നമുക്ക് അത്രയും വാല്യുബിൾ. ചില ആളുകളുണ്ട് അവർക്ക് ഭയങ്കര ചുറ്റും ക്രൗഡായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് എന്ത് ഉണ്ടാവുന്നുണ്ട്? പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. എപ്പോഴും അവർക്കൊരു ഫ്രീ സ്പേസ് കിട്ടുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ടൈം കിട്ടുന്നില്ല. അതായത് അവരുടെ ബോഡി പോലെ എപ്പോഴും മറ്റുള്ളവരുടെ പ്രസൻസിലായിട്ടിരിക്കുന്ന ആളുകളുണ്ട്. ചിലർ പറയാണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള ഒരു സമയം കിട്ടുന്നില്ല. എനിക്ക് വേണ്ടിയിട്ട് ഒരു സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന സമയത്തെ നമ്മൾ അതിനെ വാല്യുബിൾ ആയിട്ട് യൂസ് ചെയ്യുക. ആ ഒരു ഏകാന്തതയെ ആസ്വദിക്കുക. എന്റെ കൂടെ അവരില്ലല്ലോ, നമ്മളില്ലേ? അല്ലെ? നമ്മുടെ കൂടെ നമ്മളില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ കൂടെ നമ്മളുണ്ട് അല്ലേ? ഐ ആം വിത്ത് യു അല്ലെ? അതിനാണ് നമ്മൾ ആ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെ? നമ്മൾ മെഡിറ്റേഷനിലൊക്കെ ചെയ്യാറുണ്ട് സെൽഫ് ലവ് അല്ലെ? നമ്മളുടെ കൂടെ നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ വേറൊരു ഗുണമാണ് നമ്മുടെ മെഡിറ്റേഷന്റെ മെമ്മറി ലോസ്. അതായത് ഏജിൽ റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന മെമ്മറി ലോസ് ഉണ്ടാവില്ലേ? ഓർമ്മക്കുറവുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നിന്ന് മുക്തി നേടാനൊക്കെ മെഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? നമ്മുടെ ബ്രെയിനില് ഗ്രേ മാറ്റർ, ബയോ മാറ്റർ, വൈറ്റ് മാറ്റർ ഇങ്ങനത്തെ സംഭവങ്ങൾ പഠിച്ചിട്ടില്ലേ? ബയോളജി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ബയോളജീസ് ഒക്കെ പഠിക്കുമ്പോൾ അനാട്ടമി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ്. നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ കുറെ ഭാഗങ്ങളുണ്ട്. ഓക്കെ, അതിൽ ഗ്രേ മാറ്റർ നമ്മുടെ മെമ്മറി ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പൊ ഏജ് ആകും തോറും അല്ലെങ്കിൽ അൽഷിമേഴ്സ് ഡിസീസസ് പോലെയുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് ഈ ഗ്രേ മാറ്റർ എന്താകും? റെഡ്യൂസ്, അതിന്റെ സൈസ് കുറയും. ഓക്കെ, എന്നാല് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രേ മാറ്റർ എന്ത് ചെയ്യും? വികസിക്കും. ഓക്കെ, ആ ഗ്രേ മാറ്റർ വികസിക്കുമ്പോ എന്താ ചെയ്യാ? ആ ഗ്രേ മാറ്റർ വികസിക്കുമ്പോൾ നമുക്ക് ഓർമ്മശക്തി കൂടും. ഓക്കെ, അപ്പൊ അതിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓർമ്മക്കുറവുണ്ട് എന്ന് പറയും, എനിക്ക് ഏജ് ആയി, ഞാൻ വയസ്സനായി എന്നൊക്കെ പറയുന്ന ആളുകൾ എന്ത് ചെയ്യാ? മെഡിറ്റേഷൻ ചെയ്യാ. നമുക്കറിയാം നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ അല്ലെ? നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നമ്മുടെ ആരാ പ്രധാനമന്ത്രി? ആരാണ്? പറയൂ. അമീറ മാം ടൈപ്പ് ചെയ്യൂ. അവരാരേലും ടൈപ്പ് ചെയ്യട്ടെ. ഞാൻ എന്തിനാ ടൈപ്പ് ചെയ്യണെന്ന് വിചാരിച്ചിരിക്കുകയാണോ? ആ, ഓക്കെ. ആ, അതെ, നമ്മുടെ മോദിജി എന്താണ്? അദ്ദേഹം ഒത്തിരി നേരം മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? പലപ്പോഴും അദ്ദേഹം പറയുന്ന കേൾക്കാറുണ്ട്. അദ്ദേഹം ഒരുപാട് യാത്രകളിലെ രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും അദ്ദേഹത്തിന് ഉറക്കം കിട്ടുന്നത് വളരെ കുറവാണ്. പക്ഷെ ആ ഒരു ഇതിലും ഈ ഒരു പ്രായത്തിലും അദ്ദേഹം വളരെ എനർജറ്റിക് ആയിട്ട് നടക്കുന്നതിന്റെ ഒരു ഗുഡൻസ് എന്ന് പറയുന്നത്, സീക്രട്ട് എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യും, അതുപോലെ എക്സസൈസ് ചെയ്യുന്നുണ്ട്, യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു പ്രായത്തിലും അവർക്കൊക്കെ മെമ്മറി ഉള്ളത് അല്ലെ? നമ്മുടെ പിണറായി സാറൊക്കെ കണ്ടില്ലേ? ഇത്രയും ഏജ് ആയിട്ടും അദ്ദേഹമൊക്കെ നടക്കുന്ന കണ്ടില്ലേ? അതുപോലെ ഓരോരുത്തരും നമ്മുടെ രാഷ്ട്രീയത്തിന്റെ കാര്യം മാത്രമല്ല, ഓരോ ഓരോ ഇതിലും നമ്മുടെ അല്ലേ, പല പല പണ്ഡിതന്മാരാവട്ടെ, സന്യാസിമാരാവട്ടെ, അവരുടെയൊക്കെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് അവരുടെ ഹെൽത്തിന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഫിറ്റ്നസിന്റെ സീക്രട്ട് ഇതുപോലെയുള്ള എക്സസൈസും
മെഡിറ്റേഷൻ ഒക്കെയാണ്, അല്ലേ? അപ്പോ എന്ത് ചെയ്യണം? നമുക്ക് മെമ്മറി ലോസ് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ അതിന് ഏറ്റവും വലിയ ഒരു ദിവ്യ ഔഷധം തന്നെയാണ്. ഓക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ നേരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻ നമുക്ക് മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കാറുണ്ട്. ഓക്കെ. നമുക്ക് നമ്മളെ കുറിച്ച് ഒരു തോട്ട് ഉണ്ട് അല്ലെ? എന്നെ കുറിച്ച് ചില ആളുകൾക്ക് ഒരു തോട്ട് ഉണ്ട്, എന്നെ അതിന് കൊള്ളൂല, എനിക്ക് പറ്റൂല, അല്ലെ? നമ്മൾ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ ചിലയിടത്തൊന്നും സംസാരിക്കാത്ത എന്തുകൊണ്ടാണ്? നമുക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല. എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ സംസാരിക്കുമ്പോ ഞാന് ചിന്തിച്ചിരുന്ന കാര്യമാണ് കേട്ടോ. നിങ്ങളോട് ഇപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട്, വളരെ സ്നേഹത്തോടെ കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഒരു സമയത്ത് ഞാൻ തിങ്ക് ചെയ്തിരുന്ന കാര്യമാണ്, ഞാൻ സംസാരിക്കുമ്പോൾ അവരെന്താ വിചാരിക്കുക, എന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ എങ്ങനെ ആയിരിക്കും, അവർ കാണുമ്പോൾ എനിക്ക് മോശമല്ലേ, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരാളായിട്ടുള്ള ഞാനാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ. ഞാനൊരു 2005 മുതൽ ഒക്കെ എനിക്ക് മൈൻഡിനെ കുറിച്ച് പഠിക്കാനും അതുപോലെ ഇങ്ങനെയുള്ള പ്രാക്ടീസുകളൊക്കെ വളരെ ഇഷ്ടമാണ്. ഓക്കെ. അപ്പോ ഞാൻ എന്ത് ചെയ്തിരുന്ന, കമന്റ് വായിച്ചത് കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നിരുന്ന, കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിനെ കുറിച്ചൊക്കെ വായിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രീതിങ് എക്സസൈസ് ഇടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് ഞാനൊരു 17 മുതല് ഞാൻ സെൽഫായിട്ട് അല്ലാതെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ. നമ്മുടെ യൂട്യൂബിലുള്ള പല ആളുകളുടെ മെഡിറ്റേഷനും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പോ നമ്മുടെ EFTയിലുള്ള ഈ മെഡിറ്റേഷനാണ് ഞാൻ ചെയ്യാറുള്ളത്. ഓക്കെ. നമ്മുടെ EFTയിൽ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള മെഡിറ്റേഷൻസ് ഓരോ ദിവസവും കൊടുക്കുന്നുണ്ട് അല്ലെ? മൺഡേ ടു സാറ്റർഡേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. സെൽഫ് ലവിന്റെ, ഹെൽത്തിന്റെ, വെൽത്തിന്റെ, ഗോൾ മാനിഫെസ്റ്റേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ്, ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള മെഡിറ്റേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ മെഡിറ്റേഷനിലൂടെ നമുക്ക് എന്ത് ഉണ്ടാവുന്നുണ്ട്, നമ്മളെ മൈൻഡ് റിലാക്സ് ആവാൻ, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 2015 നടന്ന ഒരു സ്റ്റഡി പ്രകാരം ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മുടെ മെഡിറ്റേഷനിലൂടെ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിൽ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിലേക്ക് ഷിഫ്റ്റ് ആക്കാൻ പറ്റും. ഓക്കെ. നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മോർണിംഗ് മുതൽ അല്ലെങ്കിൽ രാവിലെ മുതൽ എഴുന്നേറ്റത് മുതൽ നമ്മുടെ മൈൻഡിലേക്ക് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകൾ വരാറുണ്ട് അല്ലെ? ഇന്നിപ്പോ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇരിക്കുന്നത്, ഞാൻ മെഡിറ്റേഷൻ രാവിലെ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്റെ മൈൻഡിലേക്കും രാവിലെ എഴുന്നേറ്റ ഉടനെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ, അല്ലെ, പാസ്റ്റിലെ എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ പാസ്റ്റിലെ തോട്ട്സുകളൊക്കെ വരാറുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ, നമുക്ക് പലപ്പോഴും നമ്മുടെ മൈൻഡ് കൊണ്ടുവന്നിട്ട് തരാൻ എന്താണ്, അത്ര സുഖകരമായിട്ടുള്ള മെമ്മറീസ് അല്ല. അപ്പം നമ്മൾ അതിനെ മനഃപൂർവ്വം ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, പോസിറ്റീവിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അത് നമ്മുടെ മൈൻഡിനെ ബൂസ്റ്റ് ചെയ്യും, അല്ലെ? അന്നത്തെ ഒരു ദിവസത്തേക്കുള്ള എനർജി നമുക്ക് നമ്മുടെ രാവിലത്തെ ആ ഒരു മെഡിറ്റേഷൻ തരുന്നുണ്ട്, അല്ലെ? നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുക. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ പലതരത്തിലുള്ള എക്സ്പീരിയൻസിലൂടെ വന്നിട്ടുള്ളവരാണ്, അല്ലെ? പല വാക്കുകൾ പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുള്ള ആളുകളാണ്, അല്ലെ?
പല ആളുകളിൽ നിന്നും പലതരത്തിലുള്ള അനുഭവങ്ങൾ, ശാരീരികമായിട്ടുള്ള, മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള ട്രോമാസിലൂടെ, പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു വന്നിട്ടുള്ള ആളുകളായിരിക്കാം നമ്മളിൽ പലരും. പലരും പറയാറുണ്ട് ഒന്നുമില്ല. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, മാം ഈ ആഴ്ച എന്നെ ഒരാള് എനിക്ക് സംസാരിക്കാൻ വന്നിരുന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നുമില്ല, ചൈൽഡ്ഹുഡ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു കുഴപ്പവും ഇല്ല. എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ച് പോയ സമയത്ത് അവർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. സ്കൂളിൽ ഇഷ്യൂ ഉണ്ട്, വീട്ടിൽ ഇഷ്യൂ ഉണ്ട്, ബ്രദറും സിസ്റ്ററും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ബ്രദറിനും അവർക്ക് ഒരു ബ്രദർ ആയിരുന്നു പിന്നെ ഉള്ളത്, എൽഡർ സിസ്റ്റർ ആണ്. എൽഡർ സിസ്റ്റർ കുറച്ച് അവരെക്കാളും ഇത്തിരി ഫെയർ ആണ്. ഓക്കെ. അപ്പൊ ചോദിച്ച സമയത്ത് അവർക്ക് ഒന്നുമില്ല. അപ്പൊ എന്തെങ്കിലും ഉണ്ടോ? ചെറുതായിട്ട് എന്റെ ഇത്ത ഇത്തിരി ഫെയർ ആയതുകൊണ്ട് തന്നെ, ഞാൻ ഇത്തിരി കളർ കുറവായതുകൊണ്ട് തന്നെ അവർ പറയുന്നു. ഞാൻ അവരിങ്ങനെ കൊണ്ടുപോയ സമയത്ത് അവര് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള അന്നത്തെ ആ ഒരു സംഭവം ഇന്ന് ഇപ്പൊ ഈ 30 വയസ്സായ ആ ഒരു വ്യക്തിയിൽ സങ്കടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഇല്ലേ, നമുക്കൊക്കെ അങ്ങനെയാണ്. 30, 60, 70 വയസ്സെന്നല്ല, ആ കുഞ്ഞു മൈൻഡിലുള്ള ആ സംഭവങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. അല്ലെ, ഇത്തരം ട്രോമാസ് ഒക്കെ നമുക്ക്, ആ ഒരു ഇമോഷൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേട്ടയാടിക്കൊണ്ടിരിക്കും. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു മെഡിറ്റേഷനിലൂടെ നമുക്ക് കാം ഡൗൺ ചെയ്യാൻ പറ്റും. അല്ലേ? അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അതിന്റെ ആ ഡീപ്പ് റൂട്ടിൽ നിന്ന് അതിനെ കുറെ കൂടെ നന്നായിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള തെറാപ്പീസ്, EFT പോലെയുള്ള തെറാപ്പീസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ക്ലിയർ ആക്കാൻ പറ്റും. അല്ലേ? നമ്മുടെ അഡ്വാൻസ് ഉണ്ട്. അഡ്വാൻസ് എന്നാണ് നമുക്ക് അതിനെ ആ ഒരു റൂട്ടിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിഴുത് കളയാൻ പറ്റും. മാറ്റങ്ങൾ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള മെഡിറ്റേഷൻ ആണെങ്കിലും പ്രാക്ടീസുകളാണെങ്കിലും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരുടെ ലൈഫിലും അവരുടേതായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ് എല്ലാവരും. ഓക്കെ. പിന്നെന്ന് പറയുന്നത് നമ്മളില് ലവ് ആൻഡ് കൈൻഡ്നെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെ? ലവ് ആൻഡ് കൈൻഡ്നെസ് എന്ന് പറയുന്ന മെഡിറ്റേഷൻ തന്നെയുണ്ട്. നമുക്ക് നമ്മളോട്, അല്ലെ, പല ആളുകൾക്കും പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്നത് കൊണ്ട് തന്നെ അവർക്ക് സ്വന്തത്തെ സ്നേഹിക്കാൻ പറ്റില്ല. നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളില് പലതരത്തിലുള്ള പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എന്താ ചെയ്യാ? നമ്മളോട് സ്നേഹിക്കാൻ പറ്റില്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റില്ല. അവരുടെ നിന്ന് കിട്ടണം എന്ന് വിചാരിച്ച് അവരെന്നോട് ദയ കാണിക്കണം, അവരെന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് എന്തൊക്കെയോ കൊടുക്കും. പക്ഷെ അവരിൽ നിന്നും കിട്ടൂല. അപ്പൊ നമ്മൾ കൂടുതൽ പ്രശ്നത്തിലാകും. ല്ലേ? ഹസ്ബൻഡിൽ നിന്ന്, കുട്ടിക്കാലത്ത് നമ്മൾ പാരന്റ്സിൽ നിന്ന് വിചാരിക്കും, അതേപോലെ സിബ്ലിങ്സിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നൊക്കെ എക്സ്പെക്ട് ചെയ്യും. കല്യാണം കഴിയുമ്പോൾ ഹസ്ബൻഡിൽ നിന്ന് എത്ര കിട്ടിയാലും മതിയാവില്ല, അല്ലെങ്കിൽ വൈഫ് ചെയ്തു കൊടുക്കുന്ന ഒരുപക്ഷെ കിട്ടിയാൽ പോലും, കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത് മനസ്സിലാക്കാനുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ. ആ ഒരു നമ്മുടെ മൈൻഡിൽ ആ കൈൻഡ്നെസ്സും സ്നേഹവും ഒക്കെ നിറക്കണമെങ്കിൽ നമുക്ക് ഈ മെഡിറ്റേഷനിലൂടെ സഹായിക്കുന്നുണ്ട്. ഇല്ലേ? നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? സെൽഫ് ലവ് മെഡിറ്റേഷൻ. സെൽഫ് ലവ് മെഡിറ്റേഷനിലൂടെ നമ്മളെ സ്നേഹിക്കാനും, നമ്മളുടെ ഉള്ളിൽ ആ കൈൻഡ്നെസ്, നമ്മളോട് തന്നെ ആ കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് ആവാനും, അതുപോലെ മറ്റുള്ളവരോട് എംപതറ്റിക് ആവാനും, അല്ലെ, അവരുടെ വേദന നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളില് ആ ഒരു കൈൻഡ്നെസ്സും കമ്പാഷനും ഒക്കെ ഉണ്ടാവണം. നമ്മളോട് ഫസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. പിന്നെ നമ്മുടെ ഉറക്കക്കുറവിന്റെ പ്രശ്നം പറയുന്ന എത്ര ആളുകളുണ്ട്? ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെ? ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആളുകളില്ലേ? ഉറങ്ങാൻ പറ്റാറില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു മെത്തേഡാണ് നമ്മളുടെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അല്ലെ? നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് വേണം കിടക്കാനെന്ന്. അല്ലേ? കുട്ടികളെ നമ്മൾ അതുപോലെ തന്നെയാണ്. അവരുടെ മൈൻഡിലേക്ക് നല്ല കാമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, നല്ല മോറൽസ് ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ടാണ് കിടക്കുക. നമ്മൾ പ്രത്യേക തരത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്, നന്ദി പറയണമെന്ന് പറയാറുണ്ട്. എന്തെങ്കിലും ആരെങ്കിലും അന്നത്തെ ദിവസം നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫൊർഗീവ്നെസ് ചെയ്തു കൊടുക്കണം, അല്ലെ അവരോട് ക്ഷമിക്കണം എന്ന് നമ്മൾ, ഫൊർഗീവ്നെസ് എന്നുള്ളത് നമ്മളിപ്പം ഇതിലൂടെ നമ്മുടെ പല കാര്യങ്ങളും പഠിച്ചു വന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫൊർഗീവ്നെസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അതിന്റെ മുന്നേ നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ക്ഷമിക്കണം
എന്നുള്ളത് അല്ലെ. ക്ഷമ അല്ലെ, നമ്മൾ പറയാറുണ്ട് ക്ഷമ വിശ്വാസത്തിന്റെ പകുതിയാണ് അല്ലെ. ആ ഒരു ശരിയല്ല, അതിന്റെ ഒരു അർത്ഥവ്യാപ്തി എത്രമാത്രമാണ് എന്ന് നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുക. കാരണം ക്ഷമയില്ലെങ്കിൽ, നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ ആ ഒരു നമ്മളെ ഉപദ്രവിച്ചവർക്കോ നമുക്ക് പെയിൻ തന്നവർക്കോ അല്ലെങ്കിൽ അവർ പെയിൻ തന്നെന്ന് നമ്മൾ വിചാരിക്കുന്ന വ്യക്തിക്കോ അല്ല പ്രശ്നം. നമ്മളെ മൈൻഡിലാണ് ആ ക്ലൗഡിലെ ആ കാർമേഘം ഇങ്ങനെ ഇരുണ്ട് കൂടി 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 ഇങ്ങനെ നിൽക്കുന്നത്. അത് പെയ്തൊഴിഞ്ഞു പോണം അല്ലെ. അല്ലെങ്കിൽ പെയ്തൊഴിഞ്ഞു പോണം, അല്ലെങ്കിൽ അത് വേപ്പറായിട്ട് പോകണം. ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഭാരം കൊണ്ട് നടന്ന് നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒരു എന്താ പറയാ ഇരുണ്ട ഭൂഖണ്ഡത്തിൽ ജീവിക്കണ പോലെയാണ് അല്ലെ. ആ ഒരു ഡാർക്ക്നെസ്സിലാണ് നമ്മൾ. അത് മാറിയെങ്കിലേ നമുക്ക് എന്തുണ്ടാകാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മുടെ ഫോർഗിവ്നെസ്സിന്റെ മെഡിറ്റേഷൻ നമുക്കുള്ളത് അല്ലെ. ഫോർഗിവ്നെസ്സിന്റെ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. മാപ്പ് കൊടുത്തുകൊണ്ട് അല്ലെ. നമ്മൾ ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ പൊരുത്തൊക്കെ മേടിക്കും. പക്ഷെ നീ എന്നോട് പൊരുത്തപ്പെടണേ, ഞാൻ നിന്നോട് പൊരുത്തപ്പെട്ടു. ശരി, ശരിക്കും ആക്ച്വലി അത് പൊരുത്തപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടാവില്ല അല്ലെ. നമ്മളതൊരു ഫോമൽ അല്ലെ, ഒരു ചടങ്ങിന് ചോദിക്കുന്നു. പക്ഷെ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങുമ്പോഴാണ് എത്ര പേർക്ക് നമ്മൾ ഫോർഗിവ്നെസ് കൊടുക്കാനുണ്ട്, എത്ര പേരിൽ നിന്ന് വാങ്ങിക്കാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇതുവരെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫോർഗിവ്നെസ് കൊടുക്കണം, അതുപോലെ വാങ്ങിക്കണം. ഓക്കെ. മറ്റുള്ളവരോട് വെറുപ്പ് തോന്നുമ്പോൾ ഉറക്കം കിട്ടാറില്ല. അതിനാണ് പറയുന്നത് ആ വെറുപ്പിനെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വേണം അന്നത്തെ ദിവസം കിടക്കാന്. ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഫോർഗിവ്നെസ് കൊടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ മെഡിറ്റേഷനിലൂടെ നമുക്ക് അഡിക്ഷൻസിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. നമുക്ക് പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉള്ളവരാണ് നമ്മൾ പലരും അല്ലെ. ഒരു പ്രത്യേക വസ്തുവിന്റെയോ അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിനോ നമ്മൾ എന്ത് ചെയ്യുക, താൽക്കാലികമായിട്ടുള്ള സുഖത്തിന് വേണ്ടി, അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ട്, അതെന്റെ ലൈഫിനെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നറിയാമെങ്കിലും അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അല്ലെ, നമ്മൾ സാധാരണ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഡ്രഗ് അഡിക്ട്സ് അല്ലെ, ഡ്രഗ് അഡിക്ട്സ്, അതുപോലെ തന്നെ എന്താണ് ഡ്രിങ്കിങ് അല്ലെ, ആൽക്കഹോൾ ഡ്രിങ്കിങ്സ്, അതേപോലെ തന്നെ സബ്സ്റ്റൻസ് അബ്യൂസസ്, പിന്നെ അതുപോലെ എന്തല്ലേ ചില ആളുകൾ മുറുക്കുന്ന ഇതാവാം, സിഗരറ്റ് സ്മോക്കിംഗ് അഡിക്ഷൻ ആണ്. അതുപോലെ തന്നെ മൊബൈൽ അഡിക്ഷൻ ഇന്ന് ഏറ്റവും കൂടുതൽ വലിയൊരു മഹാമാരിയാണ് അല്ലെ, മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ചില ആളുകൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് അഡിക്ഷൻ ആണ് അല്ലെ. എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഒരുപാട് ഫുഡ് കഴിക്കുക, ഒരുപാട് ഷോപ്പിങ്ങുകൾ നടത്തുക, എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടുക, ഇതൊക്കെ അഡിക്ഷൻ ആണ്. ഇതൊക്കെ എന്തിനാണ്, താൽക്കാലികമായിട്ടുള്ള എന്തിൽ നിന്നോ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഡിക്ഷനിലേക്ക് പോകുന്നത് അല്ലെ. നമ്മൾ മൊബൈലിൽ എങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന എന്താ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകുമ്പോൾ നമ്മൾ ഈ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുവോ? ഇല്ല. നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാകും, ഒന്ന് റിലാക്സ് ആവാന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ തോണ്ടുന്നത് അല്ലെ. ഈ മൊബൈലിൽ അതുപോലെ തന്നെ ഡ്രിങ്ക് ചെയ്യുന്നപ്പോഴാണ് ഒന്ന് ഒരു പ്ലഷറിന് വേണ്ടിയിട്ട് അല്ലെ, ഒന്ന് ജോയ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ട്രെസ് ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ടാണ് ഡ്രിങ്കിങ്ങിലേക്ക് പോകുന്നത്. അത് ചെയ്ത് 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 അതെന്ത് ചെയ്യും, അത് നമ്മുടെ ഒരു ഭാഗമായി മാറും അല്ലെ, ഒരു ഹാബിറ്റായി മാറും. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, നമുക്ക് ഈ ഒരു ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളെ, അതായത് മെഡിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, നമ്മളുടെ മൈൻഡില് നമ്മൾ റിലാക്സ് ആവും അല്ലേ. നമുക്ക് അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. ഈ ഡിസിപ്ലിൻ ഇല്ലാതാവുകയാണ് അല്ലെ, നമ്മൾ ഈ ഒരു അഡിക്ഷൻ ഒക്കെ വിധേയമാകുന്ന സമയത്ത് നമ്മളിൽ ഈ ഡിസിപ്ലിൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, നമ്മളിൽ ഒരു അച്ചടക്കം ഉണ്ടാവും അല്ലെ, ഒരു എന്താ പറയാ കുത്തൊഴുക്ക്, ഒരു അല്ലെ, ഒരു അടുക്കും ചിട്ടയില്ലാത്ത അല്ലെ, എങ്ങനെ എന്താ പറയാ, ഒരു വെള്ളപ്പാച്ചില് പോലെ അല്ലെ. ഒരു പുഴയാണെങ്കിൽ എന്താ, അതിനൊരു രീതി ഉണ്ട് അല്ലെ, ഇന്ന ഇന്ന വഴിയിലൂടെ പോവാന്നുള്ളത് ഒരു ഇതുണ്ട്. പക്ഷെ ചില സമയത്ത് എന്താ ഉണ്ടാവുക, അത് പോവാന് പറ്റൂല. അത് അതിന്റെ ആ ഒരു നിയന്ത്രണം, ഭയങ്കരമായിട്ട് മഴ പെയ്ത് എന്ത് ചെയ്യും, അത് ഇനി ഇഷ്ടമുള്ള സ്ഥലത്തൂടെ ഒക്കെ അല്ലെ, പറമ്പിലും പാടത്തും ഒക്കെ കേറിയിട്ടാണ് പോവുക. അതുപോലെയല്ലേ നമ്മുടെ ഈ ഒരു അഡിക്ഷന്, നമുക്കൊരു വഴിയുണ്ട് അല്ലെ, നമ്മൾ ഈ ഒരു ഇത് നമ്മുടെ ലൈഫിന് ഒരു വഴിയുണ്ട്, ആ അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്.
അപ്പൊ ആ ഒരു ഡിസിപ്ലിൻ നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെന്ന് പറഞ്ഞാല് നമുക്ക് ചില ആളുകളൊക്കെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, മാം എനിക്ക് ഇന്ന പെയിൻ ഉണ്ടായിരുന്നു, ആ പെയിന് മാറിയിട്ടോ മാം മെഡിറ്റേഷൻ തന്ന സമയത്ത് എന്റെ ലെഗ് പെയിൻ മാറി, അല്ലെങ്കിൽ ഇന്ന പ്രശ്നം മാറി എന്ന് പലരും പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ മൈൻഡിന് റിലാക്സ് ആവുന്നുണ്ട്. ഓക്കെ. 2017 നടത്തിയ ഒരു സ്റ്റഡി പ്രകാരം നല്ല പെയിനുകൾ, ശാരീരികമായിട്ടുള്ള വേദനകൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് മെഡിറ്റേഷൻ കൊടുത്ത സമയത്ത് അവരുടെ ആ പെയിനിന്റെ സിവിയറിറ്റി കുറഞ്ഞതായിട്ട് കണ്ടു. ഓക്കെ. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഈ പെയിൻ ഉണ്ടാകുമ്പോൾ ഡിപ്രഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലേ? അല്ലെ? ആ പെയിനിനെ കുറിച്ചുള്ള വല്ലാത്തൊരു ആകാംക്ഷയും ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു പെയിന് നമ്മുടെ മൈൻഡിൽ അല്ലെ, ശരീരത്തിന് ആ പെയിന് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാണ് അനുഭവിക്കുന്നത്. മൈൻഡ് പെയിൻ എന്ന് പറയുന്ന ഒരു ഫീലാണ് അല്ലെ? അപ്പൊ ആ മുറിവ് അവിടെ ഉണ്ടെങ്കിലും ആ പെയിന് നമ്മുടെ ഒരു ഫീലാണ്. നമുക്കത് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. മുറിവ് കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലെ? ഇപ്പൊ ഞാൻ പറയുന്നത് എന്റെ കൈക്ക് വേദനയാണെന്ന് പറഞ്ഞാല് എനിക്കത് വെറുതെയും പറയാം നിങ്ങളോട് അല്ലെ? അത് ഞാൻ എത്രമാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതൊരു ഫീലാണ്. അപ്പൊ ആ പെയിനിനെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മൾ ഇന്നിപ്പോ EFT ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം എത്ര പെട്ടെന്നാണ് നമ്മുടെ പല വേദനകളും നമുക്ക് മാറി കിട്ടാറുള്ളത് അല്ലെ? നമ്മുടെ മെഡിറ്റേഷനിലൂടെ പ്രാക്ടീസിലൂടെ ഒക്കെ നമ്മൾ വളരെ എളുപ്പത്തിൽ അല്ലെ, സെക്കൻഡ്സ് കൊണ്ട് മിനിറ്റ്സ് കൊണ്ടൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ പെയിനുകൾ മാറാറുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ ഇതുപോലെ നമുക്ക് പെയിനിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ BP യെ ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ? ചില ആളുകൾക്കൊക്കെ പ്രശ്നമാണ് ഹൈ BP എന്ന് പറയുന്നത്. ഹൈ BP എങ്ങനെ ഉണ്ടാവുന്നത്? നമ്മൾ ചില സമയത്ത് ചില ആളുകൾ ഉണ്ടല്ലോ പൊട്ടിത്തെറിക്കും അല്ലെ? ചില ആളുകൾക്ക് BP ആണ്. BP വന്നത് തന്നെ ഇങ്ങനെ കാരണമാവും. ഭയങ്കരമായിട്ടും പ്രഷർ എടുത്തുകൊണ്ട് അല്ലെ, ചില കാര്യങ്ങൾക്ക് അമിതമായിട്ടുള്ള റിയാക്ഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. ഇത്ര ആളുകൾക്ക്, ചില ആളുകൾക്ക് മിക്കവാറും BP ഉണ്ടാവാറുണ്ട്. അപ്പൊ BP ഉണ്ടാവുമ്പോ എന്താ ഉണ്ടാവുക? നമ്മള് ഓവർ സ്ട്രെസ്സിലാവും അല്ലെ? നമ്മുടെ ബോഡി സ്ട്രെസ്സിലാകും. നമ്മുടെ ഹൃദയം ടക് 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 എന്ന് പറഞ്ഞ ഫാസ്റ്റ് ആയിട്ട് മിടിക്കാൻ തുടങ്ങും. ശ്വാസം അല്ലെ, നമ്മുടെ ലങ്സിന് പെട്ടെന്ന് പ്രവർത്തിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ എന്താ ചെയ്യാ? നമ്മുടെ ഹൃദയം, നമ്മുടെ ഹൃദയ ധമനികളില് ആ ഒരു വാൾസിൽ അല്ലെ, ഹാർട്ടിന്റെ വാൾസിൽ ഫാസ്റ്റ് ആയിട്ട് പമ്പ് ചെയ്യുമ്പോ ഉണ്ടാകുന്ന ആ പ്രഷറിനെയാണ് നമ്മൾ BP എന്ന് പറയുന്നത് അല്ലെ? അത് അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ BP റൈസ് ചെയ്യും. ഓക്കെ. ആ BP യെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഒരു മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ഹൃദയം കാമാകും അല്ലെ? ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ കാമാവും, നമ്മുടെ ബോഡിയിൽ അതിന്റെ മാറ്റം ഉണ്ടാവും, BP നോർമൽ ആവും. അപ്പൊ BP ഒക്കെ ഉള്ള ആളുകളെ എന്നും മെഡിറ്റേഷൻ ചെയ്യുക. BP കുറയും. കാരണം നമ്മളുള്ള എല്ലാ വേണ്ടതും വേണ്ടാത്തതും മുഴുവൻ തലയിൽ ഏറ്റിവെച്ച് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് BP ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോ വേറൊരു കാര്യം എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫാമിലിയിലെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലെ? ഫാമിലി, കുടുംബ ബന്ധങ്ങൾ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മുടെ റൂമി പറയുന്നുണ്ട്, ദ ക്വൈറ്റർ യു ബിക്കം ദ മോർ യു ഏബിൾ ടു ഹിയർ എന്ന്. നമ്മൾ എത്രമാത്രം ശാന്തരാകുന്നോ അത്രമാത്രം നമുക്ക് കേൾക്കാൻ, ശ്രദ്ധിക്കാൻ കഴിയും മറ്റുള്ളവരെ അല്ലെ? നമ്മുടെ ഇന്നത്തെ ഫാമിലി ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ, ഭാര്യയ്ക്ക് ഭർത്താവിനെയോ അതുപോലെ തന്നെ വൈഫിന് ഹസ്ബൻഡിനെയോ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരെ സംസാരത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ടോളറേറ്റ് ചെയ്യുന്നത് ആരെയാണ്? നമ്മൾ എപ്പോഴും കൺസേൺ ചെയ്യുന്നത് ആരെയാണ്? ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് ആർക്കാണ്? നമ്മുടെ ലൈഫിൽ വില്ലനായോ ഹീറോ ആയോ ഹീറോയിൻ ആയിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ്? ഒന്ന് ടൈപ്പ് ചെയ്തേ, ഓർമ്മയുണ്ടോ നോക്കട്ടെ. എന്താണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇന്ന് വില്ലനായിട്ടുള്ള, ബന്ധങ്ങളെ ഏറ്റവും കൂടുതൽ തകർത്തതും കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സംഭവമാണ് മൊബൈൽ എന്ന് പറയുന്ന സംഭവം അല്ലെ? അപ്പം ഈ മൊബൈൽ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് അല്ലെ? ഒത്തിരി ഗുണങ്ങൾ. എത്രയില്ലേ പണ്ടൊക്കെ നമ്മൾ ലെറ്റർ എഴുതിയിട്ടായിരുന്നു ഗൾഫിൽ പോയിരുന്ന ഹസ്ബൻഡുമാരോടൊക്കെ സംസാരിച്ചിരുന്നത്.
ഹസ്ബൻഡുമാരോട് എന്ന് ഞാൻ പറഞ്ഞത് ഒരാളുടെ ഹസ്ബൻഡ് അല്ല കേട്ടോ, പല ആളുകളും അല്ലെ ഹസ്ബൻഡുമാരോട് സംസാരിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ അന്ന് എത്ര വിഷമിച്ചിരുന്നു അല്ലെ, ഒരു കത്ത് എഴുതി എത്രയോ ദിവസങ്ങൾ കഴിയുമ്പോഴാ ഇതിന് റിപ്ലൈ വരിക. ഇതാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അല്ലെ, നമ്മൾ എവിടെ പോയാലും അല്ലെ, നമ്മുടെ മക്കളൊക്കെ പുറത്ത് അല്ലെ, നമ്മൾ ആദ്യമൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് എവിടെ എത്തി അല്ലെ, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റൂട്ടിനാണോ പോകുന്നത്. ഇന്നിപ്പോ ആ ഒരു കാലത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. ഇന്നത്തെ മക്കളെ നമുക്ക് അങ്ങനെ വിടാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്നത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മളൊരു ഫോൺ ഇല്ലാതെയാണ് ഈ കുറച്ച് തൊട്ടടുത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ലേ? നമ്മൾ വിളിക്കുന്നവർക്കൊക്കെ അവർക്കൊക്കെ വല്ലാത്തൊരു ആകാംക്ഷ, ഒരു ഇതെന്താവും, എന്താ സംഭവിച്ചെന്നുള്ളത്. പക്ഷെ അന്ന് നമുക്ക് അങ്ങനെയായിരുന്നു, മൊബൈൽ ഉണ്ടായിരുന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെ അതിന്റെ എന്തൊരു സംഭവത്തിനും ഇല്ല, മൊബൈലിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. എനിക്കൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് മൊബൈലിലാണ്. ഓക്കെ, എന്റെ ലാപ്പിലല്ല ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്, ഇന്ന് ഞാൻ മൊബൈലിലാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ മൊബൈൽ കൊണ്ട് ഒരുപാട് ഇൻഫോർമേഷൻസ്, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ അതുപോലെ ഇത് നമ്മുടെ ലൈഫിൽ വില്ലനും ആകുന്നുണ്ട്. കാരണം ഇതിൽ സംസാരിക്കുന്ന, ഇതിൽ ചാറ്റ് ചെയ്ത്, ഇതിൽ ചീറ്റ് ചെയ്ത്, ഇത് യൂട്യൂബ്, വാട്സാപ്പ്, അതുപോലെ തന്നെ ട്വിറ്റർ എന്ന് വേണ്ട ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് കൊടുക്കുന്നതിന്റെ ഒരു ഭാഗം പോലും ഇമ്പോർട്ടൻസ് വീട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നില്ല അല്ല. ഇതിന് അടിമപ്പെട്ടു പോവുകയാണ്. ശരിക്കും ഇത് നമ്മുടെ യൂസിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഇതാണ് ഇന്ന് നമ്മളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, മീഡിയാസും അല്ലെ മറ്റുള്ള കാര്യങ്ങളുമാണ് നമ്മളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുക, കുടുംബ ബന്ധങ്ങളിൽ വലിയൊരു വിള്ളൽ ഉണ്ടാവുകയാണ് അല്ലെ. നമ്മൾ ഒരുപാട് അടുത്തുള്ള ആളുകൾ തമ്മിലും ഈ ശരീരം കൊണ്ട് നമ്മൾ ഒറ്റ റൂമിലായിരിക്കും, തൊട്ടപ്പുറത്ത് ഉണ്ടാവും, പക്ഷെ അത് നമ്മുടെ ലൈഫിൽ വളരെയധികം വില്ലനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ലൈഫില്, നമ്മുടെ കുടുംബത്തിന് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ് എങ്കിലും ഒരു ഹൃദയം തുറന്ന ഒരു കാര്യം നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുകയും സംസാരിക്കുകയും വേണം. അത് വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ടൈം നമ്മൾ നമ്മുടെ ഫാമിലിക്ക് കൊടുക്കണം. ഓക്കെ, അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൈൻഡ് കാമാവും. ഓക്കെ, നമ്മൾ ഈ ചില കാര്യങ്ങൾക്ക് എന്താ നിങ്ങൾ എന്താ എന്നെ കേൾക്കുന്നില്ല, എന്തിനാ ഇപ്പൊ നിന്നെ കേൾക്കുന്നതെന്ന് പറയാൻ അങ്ങനെ റിയാക്റ്റീവായിട്ട് സംസാരിക്കുന്നതിന് പകരം കാമായിട്ട് നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അവരോട് കൈൻഡ് ആവാന്, കമ്പാഷനേറ്റ് ആവാന്, അവരോട് ഹൃദയം തുറന്ന് നമ്മളെയും മറ്റുള്ളവരെ സ്നേഹിക്കാനൊക്കെ നമ്മുടെ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ മെഡിറ്റേഷനിലൂടെ നമ്മുടെ കുടുംബ ബന്ധത്തെ സ്മൂത്ത് ആയിട്ട് വളരെയധികം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ മെഡിറ്റേഷനെ കുറിച്ചുള്ള ക്ലാസ് മീൻസ് ക്ലാസ് അല്ല, നമ്മളൊരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയുന്നതും നമുക്ക് അറിയുന്നതും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തലായിരുന്നു. അപ്പൊ നിങ്ങൾക്കത് എന്താണ് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ നമുക്ക് നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ ശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട്, നമ്മളിലേക്ക് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കുക, നമ്മളിലേക്ക് നമ്മൾ ഇറങ്ങുക. എല്ലാത്തിൽ നിന്നും വിട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്കെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് വരുന്നുണ്ടെങ്കിൽ, നമുക്ക് മറ്റുള്ള എന്തെങ്കിലും നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നമ്മൾ കാമായിട്ടിരിക്കുക, അതിലേക്ക് നോക്കുക. അപ്പൊ ആ ചിന്തകളെ, ആ ഫീലിങ്ങുകളെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ആ പ്രശ്നം അത്ര വലിയ പ്രശ്നമല്ലാതായി മാറും. ഓക്കെ, അപ്പൊ എല്ലാവരും ഇന്നു മുതൽ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക, ലൈഫിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ നമ്മുടെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് എന്നുള്ള സമയമാണ്. ഓക്കെ, ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ EFT വന്നതിന് ശേഷം, നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നതിന് ശേഷം ഒത്തിരി മാറ്റം ഉണ്ടാക്കിയ ഒത്തിരി പേരുണ്ട്. ഓക്കെ, ഒരുപാട് ആളുകൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ഉടനെ കട്ട് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. ദയവായിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. ഓക്കെ, ബിജു സർ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. മാം പറഞ്ഞ മെഡിറ്റേഷൻ നമ്മുടെ ഉള്ളിലേക്ക് തിരിയാനും അതുപോലെ തന്നെ ആ സീറോ മൈൻഡിലേക്ക് വരികയും ഞാനെന്ന ബോധം ശരിക്കും
നമ്മൾ ഈ മെഡിറ്റേഷൻ ഉദ്ദേശിക്കുന്ന അല്ല, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒന്നും ഉണ്ടാക്കുന്നുമില്ല, ഒന്നും സ്വീകരിക്കുന്നുമില്ല, ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല, നമ്മൾ ഒന്നും ഉണ്ടാക്കിയിട്ട് വെക്കുന്നുമില്ല. യഥാർത്ഥത്തിൽ ഞാനെന്ന ബോധത്തിലേക്ക് വരാൻ വേണ്ടിയാണ് യഥാർത്ഥ മെഡിറ്റേഷൻ. അത് മന്ത്രം യൂസ് ചെയ്യുന്നവർ മന്ത്രം ചൊല്ലി ചൊല്ലി ഏറ്റവും അവസാനം കട്ട് ചെയ്യും. മൈൻഡ് അവസാനം കട്ടാവുന്ന സമയത്ത് നമ്മൾ നിശ്ചലാവസ്ഥ വരും. നിശ്ചലാവസ്ഥയിൽ നിന്നാണ് ശരിക്കും ആ ബോധാവസ്ഥയിലേക്ക് വരും. ബോധാവസ്ഥയിലാണ് ഞാനെന്ന ബോധം വരും. ഞാനെന്ന ബോധം ഇതെന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സ്റ്റേജാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ രീതി ചെയ്താൽ നിങ്ങൾക്ക് ആ അവസ്ഥ വരും, അല്ലെങ്കിൽ ആ രീതിയിലായി തീരും എന്നുള്ള ബോധത്തിലാണ് നല്ലൊരു ഗുരുവിന്റെ കീഴിൽ ഈ മന്ത്ര രീതിയിലാണേലും രീതിയിൽ അഭ്യസിക്കുകയാണെങ്കിൽ ഒരു ഗുരുവിന്റെ കീഴിൽ തന്നെ അഭ്യസിക്കുക. അല്ലെങ്കിൽ അതിന്റെ കുറെ ഭവിഷ്യത്തുകൾ അവനവൻ തന്നെ ഏറ്റെടുക്കും. ചിലപ്പോൾ ഭ്രാന്തിയിലെ അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഈ രീതിയിലൊക്കെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി പ്രാക്ടീസ് ചെയ്യുന്നവരെ അത് ഗുരുവിന്റെ കീഴിൽ നല്ല ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നെ കണ്ണാടി നോക്കി മെഡിറ്റേഷൻ ചെയ്യാം, നടന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാം, കിടന്നുകൊണ്ട് മെഡിറ്റേഷൻ, ഏത് രീതിയിലും വേണേൽ മെഡിറ്റേഷൻ ചെയ്യാം. അപ്പം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്നത് നമ്മളിലേക്ക് തന്നെയാണ് ഞാനെന്ന ബോധം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ആരെന്നുള്ള ബുക്കിന്റെ പേര് രമണ മഹർഷിയുടെ ബുക്കാണ്. രമണ മഹർഷി ശരിക്കും മെഡിറ്റേഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു മരണാവസ്ഥ വരികയും പുള്ളി അത് എന്താണെന്നറിയാം, അത് എക്സ്പീരിയൻസ് ചെയ്താണ് ചെയ്തത്. പക്ഷെ അത് ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എല്ലാവരും EFTയിലേക്ക് വരുമ്പോൾ നമ്മളെ ഉള്ളിൽ കൊടുക്കുന്ന കുറെ സാധനമുണ്ട്. അതൊക്കെ വിട്ടുപോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിത് ക്ലിയർ ആയി വരും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെല്ലാം മെഡിറ്റേഷൻ മോഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളെല്ലാവരും മെഡിറ്റേഷൻ മോഡിൽ തന്നെ. പക്ഷെ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ഉള്ളിലെ ശുദ്ധ ബോധം എന്താ നമുക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ. അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാണുന്ന എല്ലാം ചെയ്യുന്നത്. അപ്പം ഈ മെഡിറ്റേഷൻ എല്ലാവരും ചെയ്യുക, അടിപൊളിയായിട്ട് നല്ല നല്ല മാറ്റങ്ങൾ വരും. അതുപോലെ EFT ആണെങ്കിലും നമുക്ക് ഉള്ളിൽ കിടക്കുന്ന കുറെ തോട്ടുകൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ, ഇതാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം മാറ്റം വരും. എന്നെ പഠിപ്പിച്ച റഫീഖ് സാറിനും എന്നെ എനിക്ക് പല പല ഗുരുക്കന്മാർ മെഡിറ്റേഷൻ രീതിയിലാണേലും ഒരുപാട് രീതിയിൽ എനിക്ക് മെഡിറ്റേഷൻ അങ്ങനെയുള്ള ക്ലാസ്സുകൾ എനിക്ക് പല പല ഗുരുക്കന്മാർ പല രീതിയിലുള്ള മെഡിറ്റേഷൻ എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും തെറ്റായി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. എന്നെ കെയർ ചെയ്ത റുബിന മാവനും ഷാരഖാറിനും എല്ലാ PCമാരോടും നന്ദി പറയുന്നു. ഓൾ EFT ഫാമിലി എല്ലാവരെയും നന്ദിയോട് ഓർക്കുന്നു. നമ്മുടെ പ്രിയ ഗുരു റഫീഖ് സാറിനെയും ഈ നിമിഷം ഹൃദയത്തിന് അടിത്തട്ടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോ ഓക്കെ, അപ്പൊ അതെ, ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് അതിൻ്റെതായിട്ടുള്ള ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമ്മുടെ ഡീപ് ബ്രീത്തിലേക്ക് നമ്മൾ കുറച്ചു നേരം ഒരുപാട് നേരം നമ്മൾ ആ ഒരു ഇത് വിട്ടു പോവല്ല. അറ്റ്ലീസ്റ്റ് ഒരു 8 മിനിറ്റ്സ്, ഒരു 20 മിനിറ്റ്സ് ആ രീതിയിലൊക്കെ നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോകും. ഒത്തിരി നേരം ചെയ്യാന്നുള്ളതല്ല. ഓക്കെ, ഒരു 8-10 മിനിറ്റ് ഒരു ദിവസം, രാവിലെ വൈകുന്നേരം, ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ തന്നെ നമുക്ക് ഒരുപാട് കാം ഡൗൺ ചെയ്യും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ച് വറീഡ് ആകുമ്പോൾ ഒരു 10 ബ്രീത്ത് അല്ലെങ്കിൽ 9-10 ബ്രീത്ത്സ് നമ്മൾ ഡീപ് ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ബ്രീത്തിലേക്ക് കുറച്ചു നേരം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് വിഷ്ണുവിന്റെ ബർത്ത്ഡേ ആണോ? മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ വിഷ്ണു. ബി ഫാത്തിമ മാം പറയൂ. ഗുഡ് മോർണിംഗ് മാം. അൽഹംദുലില്ലാ, ആദ്യമായിട്ട് അള്ളാഹുവിനെ സ്തുതിക്കണം. EFTയിൽ വരാൻ കഴിഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട്. അൽഹംദുലില്ലാ. മാമിന്റെ അന്നത്തെ ക്ലാസ് നല്ല സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ എന്നും രാവിലെ നേരത്തെ തന്നെ മെഡിറ്റേഷനും പിന്നെ എക്സസൈസും ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് നല്ല മാറ്റങ്ങളുണ്ട്. എല്ലാം കൊണ്ടും എണ്ണി പറഞ്ഞാല് പറയാനുള്ള സമയം ഇതിൽ അത്രയും മാം ഇരിക്കുന്ന അത്രയും സമയം ഉണ്ടാവും. അത്രയും മാറ്റങ്ങളാണ് അൽഹംദുലില്ലാ എനിക്ക് ഓരോ കാര്യത്തിലും വന്നിട്ടുള്ളത്. എന്റെ റുബീന മാമാണ് എന്നും എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. എപ്പോഴും ഏത് സമയത്തും വിളിച്ചാലും എന്ത് പറഞ്ഞുതരാനും ചെയ്യാനും ഒക്കെ നമ്മളെ ഗ്രൂപ്പിലും നമ്മളെ കൂടെ തന്നെ എന്നും എപ്പോഴും ഉണ്ട്. അത്രയും നല്ല ഒരു ഇതാണ്. അൽഹംദുലില്ലാ. ഇനി ഇതേപോലുള്ള ക്ലാസ്സുകൾ നമുക്ക് കിട്ടാനും തരാനും നമുക്കത് കേൾക്കാനൊക്കെ ദൈവം സഹായിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ബി ഫാത്തിമ മാം. ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, തമ്പി സർ. ഗുഡ് മോർണിംഗ് മാം.
ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് മാഡത്തിന്റെ ക്ലാസ് വളരെ ഉപകാരപ്പെട്ടു. വളരെ നല്ല ക്ലാസ്സാണ്. രാവിലെ കിട്ടിയ മെഡിറ്റേഷനും സാറിന്റെ നല്ല ക്ലാസ്സായിരുന്നു. എന്തായാലും ഞാൻ ഇതിന്റെ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മാറ്റങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ മേഡം പറഞ്ഞ മാതിരി ആരും ഈ ക്ലാസ് കഴിയുമ്പോ ഒഴിവായി പോണ അത്ര നല്ല. കാരണം ഈ അനുഭവിച്ചവരിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലാസ് കേട്ടുകൊണ്ടിരിക്കണം. അവർ പറയുന്നത് എന്താണെന്ന് കേട്ടുകൊണ്ടിരുന്നാല് അവരിൽ നിന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആരും പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെ നിർത്തി പോകരുത്. അത് കേൾക്കാനുള്ള ഒരു സന്മനസ് കൂടി കാണിക്കുക. വളരെ ഉപകാരമായിരിക്കും. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കില്ലാത്ത അനുഭവങ്ങൾ പലതും അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്തായാലും ഇതിന്റെ കൂടെ മുന്നോട്ട് ജീവനുള്ളിടത്തോളം കാലം പോകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെ ജീവിക്കും. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് തമ്പി സർ. അതെ, തമ്പി സാറ് പറഞ്ഞതുപോലെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരാളുടെ ഒരറിവും ചെറുതല്ല, അല്ലെ? ഓരോരുത്തരിൽ നിന്നും ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പല ആളുകളും പലതരത്തിലുള്ള നോളജ് ഉള്ള ആളുകളാണ്. അപ്പോ എല്ലാവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടും, അല്ലെ? കുഞ്ഞു കുഞ്ഞു അറിവുകൾ നമുക്ക് ഓരോ ദിവസം കിട്ടുമ്പോൾ വലിയൊരു അറിവാകും. സുറ മാം അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഞാൻ ഓപ്ഷൻ തരുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നല്ലൊരു മെഡിറ്റേഷൻ സാറിന്റെ കിട്ടി. വളരെയധികം നന്ദി. ഇത്രയും നല്ലൊരു ക്ലാസ് തന്ന തസ്ലീന മാമിനോട് ഹൃദയം തൊട്ട് നന്ദി പറയുന്നു. ഇത്രയും നല്ല ക്ലാസ്, നല്ലൊരു അറിവ് നമുക്ക് ലഭിച്ചതിന് വളരെയധികം നന്ദി. ഇങ്ങനെയൊന്നും നല്ലൊരു ക്ലാസ് നമുക്ക് വേറെ ഒരിടത്തുനിന്നും കിട്ടലില്ല. EFT ചേർന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും നല്ല. തസ്ലീന മാമിന്റെ ഈ ക്ലാസ് വളരെയധികം സൂപ്പർ ആയിരുന്നു. നല്ലോണം ഇരുന്ന് കേൾക്കാൻ കഴിഞ്ഞ് മനസ്സറിഞ്ഞ് നമുക്ക് മനസ്സിൽ കൊണ്ട് നടക്കാൻ കഴിയുന്നു. എല്ലാം കൊണ്ടും നല്ല പോകുന്നു മാം. മാമിന് നല്ല ആരോഗ്യ ആയുസ്സും ആഫിയത്തും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഇതുപോലെ ക്ലാസ് തരാനുള്ള ഒരു ഭാഗ്യം നമുക്കും കിട്ടട്ടെ, നമുക്ക് കേൾക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടട്ടെ. തസ്ലീന മാമിന് വളരെയധികം നന്ദി. താങ്ക് യു, താങ്ക് യു. താങ്ക് യു സോ മച്ച് സുറ മാം. ഓക്കെ, സംസാരിച്ചു കഴിഞ്ഞവരൊന്ന് മ്യൂട്ട് ചെയ്യണേ. മ്യൂട്ട് ചെയ്യുക, ലോവർ ഹാൻഡ് കൂടെ കൊടുക്കണേ. ഓക്കെ, ആൻസി മാം അൺമ്യൂട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. ഇന്നത്തെ മെഡിറ്റേഷൻ സൂപ്പർ ആയിരുന്നു. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ധ്യാനാണ്. മെഡിറ്റേഷനിൽ ഒരുപാട് എന്താണ് സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ നമുക്ക് കുറക്കാൻ സാധിക്കും. പിന്നെ മെഡിറ്റേഷനിൽ നമ്മൾ ഒരുപാട് 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 അറിവുകൾ കിട്ടും മെഡിറ്റേഷനിലൂടെ. പിന്നെ നമ്മളെ മനസ്സിനെ നമുക്ക് സന്തോഷത്തോട് ഒരു നല്ലൊരു മൈൻഡ്ഫുൾനെസ് കിട്ടും. പിന്നെ ഒരു സന്തോഷം കിട്ടും, മനസ്സിന് സ്ട്രോങ് കിട്ടും. നമ്മൾ ഒറ്റപ്പെടുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്കൊരു എന്താ പറയാ, നമുക്ക് ഒരു എനർജി കിട്ടും. നമുക്കിങ്ങനെ ആ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്ട്രോങ് ആയിട്ട് നടക്കാനും പിന്നെ അതിനൊക്കെ മെഡിറ്റേഷൻ എനിക്ക് ഒരുപാട് ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സ്ട്രെസ്സിലൂടെ, ആൻസൈറ്റിയിലൂടെ പിന്നെ നടന്നു പോയ വ്യക്തിയാണ് ഞാൻ. അതിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് മോചനം കിട്ടിയത് ഈ മെഡിറ്റേഷനും സാറ് തന്ന EFT ഓരോ കാര്യങ്ങളിലൂടെയാണ്. അപ്പൊ അതിൽ നിന്ന് ഞാൻ ഒരുപാട് താങ്ക് യു സോ മച്ച് ആൻസി മാം. ഓക്കെ, നമുക്ക് 8:15 കറക്റ്റ് സ്റ്റോപ്പ് ചെയ്യണം. ഒരുപാട് 8 മണിയാണ് ഓക്കെ ടൈം. ഓക്കെ, അപ്പോ ഓക്കെ, പുഷ്പ മാം പറയൂ. ഹായ് നിങ്ങൾ മാം. സംസാരിച്ചത് ലോവർ ഹാൻഡോടെ ചെയ്യണേ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സൂപ്പർ ക്ലാസ് ആണ്. നല്ല അവയർനെസ്. ശരിക്ക് EFT വന്നതിന് ഞാൻ സർവശക്തനോട് നന്ദി പറയാണ്, ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയാണ്. ഇന്ന് മാം പറഞ്ഞ ആ മെഡിറ്റേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഉണ്ട്. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡും വീട്ടിൽ തിരിച്ചെത്തി. അതിന് സർവശക്തന് നന്ദി പറയുന്നു. ഇപ്പോ മൂപ്പരില് ചെറിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇങ്ങനെ EFTയുടെ ക്ലാസ് കേൾക്കാനും ഇന്നലെ വെബിനാറിൽ പങ്കെടുക്കാനും പറഞ്ഞപ്പോ, നീ കേട്ടോ, ഞാനൊന്നും അതിനില്ല, എനിക്കിതെല്ലാം അറിയാം എന്നുള്ളതാണ്.
പറയുന്നത്. എന്തായാലും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുകയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയത് കൊണ്ടാണ് എനിക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്, എനിക്ക് തിരിച്ചറിവ് നൽകിയത്, എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത്, എന്നോട് ക്ഷമിക്കാൻ സാധിക്കുന്നത്, മറ്റുള്ളവർക്ക് ഫോർഗീവ്നെസ്, അതുപോലെ തന്നെ സീക്കിംഗ് ഫോർഗീവ്നെസ് എല്ലാം സാധിക്കുന്നു ഈ EFT പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പെട്ടതില്. ഇങ്ങനെ ഇത് തുടർന്നും കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. നമ്മുടെ റഫീഖ് സാറിന് എല്ലാവിധ അനുഗ്രഹങ്ങളും, അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും, ഓരോ PCA-മാർക്കും, നല്ല ക്ലാസ്സുകൾ നൽകുന്ന ഓരോ PCA-മാർക്കും ഹൃദയത്തിന്റെ അടുത്ത് നന്ദി പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട ശ്രീലേഖ മാം 12th ബാച്ചിലാണ് വന്നത്. ആ മാമിന്റെ ഓരോ നിമിഷത്തിലും എൻ്റെ പ്രശ്നങ്ങൾ മൊത്തം മാമിന് അറിയാം. അപ്പൊ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ആ മാമിന് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് പുഷ്പ മാം. ഓക്കെ താങ്ക് യു. ഓക്കെ സായി സർ, മ്യൂട്ട് ചെയ്തോളൂ. നല്ല ക്ലാസ് ആയിരുന്നു. ജീവിതത്തിൽ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ശരിക്കും എന്താണ് മെഡിറ്റേഷൻ ഇന്നാണ് മനസ്സിലായത്. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് ശരിക്കും നമ്മൾ ഉപ്പിടാത്ത കഞ്ഞി കുടിക്കുന്ന അനുഭവമായിരുന്നു. കാരണം നമ്മൾ വിശപ്പ് ഇങ്ങനെ മാറുന്നല്ലാതെ അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ ശരിക്കും മെഡിറ്റേഷനെ കുറിച്ച് കേട്ടപ്പം ഈ അഡ്രിനാലിനെ കുറിച്ചും കോർട്ടിസോളിനെ കുറിച്ചും ഒക്കെ സംഭവം കറക്റ്റ് മനസ്സിലാക്കിയ ശേഷം ഇന്ന് മുതൽ ചെയ്യാവുന്ന മെഡിറ്റേഷനെ നമുക്ക് ബോധത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അതിന് മാഡത്തിനോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ മെഡിറ്റേഷൻ വളരെ പവർഫുൾ ആണ്. കാരണം പണ്ടത്തെ ആളുകളൊക്കെ 100 വയസ്സും 120 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്നത് ഇതുപോലത്തെ മെഡിറ്റേഷനും എക്സസൈസും കൊണ്ടായിരുന്നു. അത് എല്ലാവരും മനസ്സിലാക്കണം. ഇന്ന് നമുക്ക് സമൂഹത്തിൽ തന്നെ നോക്കിയാൽ കാണാം, നമ്മുടെ ഫിലിം ആക്ടേഴ്സും ഒക്കെ അവർക്ക് ജീവിതത്തിൽ കുറഞ്ഞ സമയം മാത്രമേ ഡ്യൂട്ടി ഉണ്ടാവുന്നുള്ളൂ. ബാക്കിയുള്ള സമയത്ത് ഇവർ ജിമ്മിലും അതുപോലെ തന്നെ ഹിമാലയത്തിലും മറ്റുള്ള അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് മെഡിറ്റേറ്റഡ് മൈൻഡ് ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അതിന്റെ ഗുണം നമുക്ക് അവിടെ ഫേസ് കാണാൻ പറ്റുന്നുണ്ട്, അവരുടെ ശരീരത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഇതുപോലെ തന്നെ ടൈം കിട്ടുമ്പോൾ ഒക്കെ മെഡിറ്റേഷൻ ചെയ്യുക. നമ്മളെ കുറിച്ച്, നമ്മുടെ മനസ്സിനെ കുറിച്ചും നമ്മുടെ ശരീരത്തെ കുറിച്ചും ചിന്തിക്കുക. നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ ജീവിക്കാതിരിക്കുക, വരാൻ പോകുന്ന ജീവിതത്തിലും ജീവിക്കാതിരിക്കുക, നമ്മുടെ പ്രസന്റിൽ ജീവിക്കുക. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും പറയുന്നത്. ഓക്കെ, അമീറ മാം പറയൂ. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു മെഡിറ്റേഷൻ കിട്ടി, നല്ലൊരു മെഡിറ്റേഷന്റെ ക്ലാസ് കിട്ടി, പിന്നെ സ്നേഹബോധത്തിന്റെ ക്ലാസ് കിട്ടി. എല്ലാവർക്കും നന്ദി. പ്രിയ ഗുരുവിനും നമ്മുടെ മാമുമാർക്കും ഞാൻ നന്ദി പറയുന്നു. ഈ മെഡിറ്റേഷനെ പറ്റിയിട്ട് ഈ ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷമാണ് എനിക്ക് എന്താണ് മെഡിറ്റേഷൻ എന്ന് മനസ്സിലായത്. ഹെൽത്തിന്റെ മെഡിറ്റേഷൻ കിട്ടുന്ന ദിവസം എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെ സ്കാനിങ് ആണ് നടക്കുന്നത്. ആ സ്കാനിങ്ങിൽ തന്നെ അന്നത്തെ ദിവസം നമ്മൾക്ക് ഒരു അസുഖവും. അന്നത്തെ ദിവസം നമുക്ക് നല്ല എനർജി ആയിരിക്കും. അപ്പൊ ഈ EFT വന്നതിന് ശേഷം എല്ലാവർക്കും നല്ല ഈ മെഡിറ്റേഷൻ കിട്ടുന്നത് കൊണ്ട് എല്ലാവർക്കും നല്ല ഗുണമാണ് ഉള്ളത്. ആ കാര്യം ഉറപ്പാണ്. അപ്പൊ EFT വന്നതിന് ശേഷം എല്ലാവരും വരികയാണെങ്കിൽ എല്ലാവർക്കും നല്ല ഗുണങ്ങളെ കിട്ടുള്ളൂ, നല്ല മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ. നമുക്കിന്ന് കിട്ടിയ എല്ലാ ക്ലാസ്സുകൾക്കും ഞാൻ നന്ദി പറയുന്നു. പ്രിയ ഗുരുവിനും മേമമാർക്കും. ഞാൻ 28ാം ബാച്ചിലത്തെ ആളാണ്. ഓക്കെ, താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എല്ലാവരുടെയും ഫീഡ്ബാക്കിന് ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുക, ലൈഫിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണോ കണക്ട് ചെയ്തിട്ടുള്ളത്, ആരാണോ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് അയച്ചു തന്നത്, അവരെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനിയും ഒരു ക്ലാസ്സുമായിട്ട്, ഒരു ടോപ്പിക്കുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും സ്നേഹവും സന്തോഷവും സമാധാനം. ബൈ. Thank you. Thank you, Vera. Thank you. Thank you, ma'am. Thank you. Thank you so much. So much. Thank you, ma'am. Thank you. Thank you, ma'am. Thank you so much.